സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനം, കർത്താവ് അവർക്ക് മീതെ പ്രത്യക്ഷനാകും. അവിടുത്തെ അസ്ത്രം മിന്നൽ പോലെ കർത്താവ് അവർക്ക് മീതെ പ്രത്യക്ഷനാകും, അവിടുത്തെ അസ്ത്രം മിന്നൽ പോലെ ആയും. ദൈവമായ കർത്താവ് കാഹളം മുഴക്കുകയും തെക്കൻ ചുഴലിക്കാറ്റുകളിൽ മുന്നേറുകയും ചെയ്യും. വീണ്ടും പറയാണ്, കർത്താവ് അവർക്ക് സംരക്ഷണം നൽകും. അതുകൊണ്ട് അവർ കവിയണ കല്ല് കുടുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും. അവർ വീഞ്ഞെന്ന പോലെ രക്തം കുടിച്ച് കുടമെന്ന പോലെ നിറയും. 16 പറയാന്ന്, അന്ന് അവരുടെ ദൈവമായ കർത്താവ് തന്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങളെന്ന പോലെ അവിടുത്തെ ദേശത്ത് ശോഭിക്കും. വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേശത്ത് നമ്മുടെ അജഗണത്തെ ദൈവം രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങളെപ്പോലെ ആ ദേശത്ത് ശോഭിക്കും. അല്ലേ? ക്രിസ്ത്യാനിക്ക് വലിയ ശക്തിയുണ്ട്, ക്രിസ്ത്യാനിക്ക് വലിയ അഭിഷേകമുണ്ട്. ക്രിസ്ത്യാനിയുടെ ശക്തി തിരിച്ചറിയുന്നത് ക്രിസ്ത്യാനികളല്ല, അക്രൈസ്തവരാണ്. അല്ലേ? ഞാനിരുന്ന ആദ്യത്തെ ഇടവകയിൽ അവിടെ നമ്മുടെ ആളുകളെ കുറിച്ച് പറയുന്ന അവർ കഴിവുള്ളവരാണ്, അവർ ശക്തിയുള്ളവരാണ്. അതുകൊണ്ട് അവർ പറയും, അവരെ ഒന്നിപ്പിക്കരുത്. അവരൊന്നിപ്പിച്ചാൽ, ക്രിസ്ത്യാനി ഒന്നിച്ചാൽ മറ്റൊരു ശക്തിക്കും. നമ്മളാകെ ഒരു 0.5% ആ ദേശത്തുള്ളൂ. ഞാൻ ഇരുന്ന ഇടവകയിൽ അങ്ങനെ ആകെ അവിടെ ഒരു 45 വീട് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഇടവകയിൽ. പക്ഷെ ആ 45 വീട്ടുകാർ ഒന്നിച്ചാൽ മറ്റെല്ലാ ശക്തിയും 99% ശക്തിയും ഇല്ലാതെ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ നമ്മളവിടെ ശക്തനായ ഒരു പ്രവാചകനെ കാണുന്നുണ്ട്. അത് ഏലിയ പ്രവാചകനാണ്. ഏലിയ പ്രവാചകൻ 18-ാമത്തെ അധ്യായം വരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് വിഗ്രഹാരാധന നടത്തുന്ന ജസബലിനെ പേടിച്ച് ഒരു ഗുഹയിൽ ഒളിക്കുന്നതാണ്. 18 നമ്മൾ കാണുന്നത് വരൾച്ചയെക്കുറിച്ച് പറയുകയും ആ വരൾച്ച വരുന്നതും അവസാനിക്കുന്നതുമാണ്. അപ്പോൾ ഏലിയ പറയുന്നതെല്ലാം സംഭവിക്കുമായിരുന്നു. അല്ലേലിയ 18-ന്റെ പ്രകാരമാണ് ഏലിയായും ബാലിൻ്റെ പ്രവാചകരും. അപ്പോൾ ബാലിൻ്റെ പ്രവാചകരെ തോൽപ്പിച്ചത് ഏലിയായാണ്. അങ്ങനെ ശക്തനായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഏലിയയുടെ ശക്തി അക്രൈസ്തവരെ തിരിച്ചറിയുമ്പോൾ, പ്രത്യേകിച്ച് ജസബേൽ തിരിച്ചറിയുമ്പോൾ അവരൊരു തീരുമാനം എടുക്കുകയാണ്. മാത്രമല്ല 18-ന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണാണ്, അവൻ ഉച്ചരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്നും മനുഷ്യ കരുത്തോടുമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. അതായത് ഈ ഏലിയ പ്രവാചകൻ മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ പെയ്യില്ല, ഏലിയ പ്രവാചകൻ മഴ പെയ്യണം എന്ന് പറഞ്ഞാൽ പെയ്യും. അല്ലേ? അപ്പോൾ പ്രകൃതി ശക്തിയുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. ആ പ്രകൃതി ശക്തിയുടെ അധികാരം ദൈവമായ കർത്താവ് നമുക്ക് നൽകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 17-ന്റെ 21 മത്തായിയുടെ സുവിശേഷത്തിൽ 17-ന്റെ 21 ഇപ്രകാരം പറയണമെന്ന്, നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തിക്കല്ല, നമ്മുടെ ബലത്തിലല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ഒത്തുണ്ടെങ്കിൽ മറ്റൊരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. അല്ലെ? മനോഹരമായിട്ട് കിടക്കുന്ന നിങ്ങൾ ആരും അധികം ഉപയോഗിക്കാത്തൊരു വചന, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. ആ യാതൊന്നും അസാധ്യമായില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ ചേർന്ന്, ദൈവത്തോട് സൗഹൃദം പുലർത്തി, കൂട്ടുകെട്ട് സ്ഥാപിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച്, വിശുദ്ധ ഗ്രന്ഥം പഠിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച്, കുർബാനയോട് ഐക്യപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് യാതൊന്നും ഈ ലോകത്തിൽ അസാധ്യമായിട്ടില്ല. അല്ലേ? ഇവിടെ പറയുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, നീ രഥം കൂട്ടി പോവുക, ഇല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്യും. ആ രഥം കൂട്ടി പോകുന്ന സമയത്ത് ഏലിയ പ്രവചൻ്റെ വാക്ക് കേട്ട് മേഘങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്ന് അവിടെ മഴ പെയ്യുകയാണ്. അങ്ങനെ ഏലിയ അല്ലേ മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറഞ്ഞു. ഞൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റ് വീശി വലിയ മഴ പെയ്തു. അപ്പോൾ ദൈവമായ കർത്താവിൻ്റെ വാക്കനുസരിക്കുന്ന മനുഷ്യൻ അവൻ പറയുന്ന കാര്യങ്ങൾ ഈ പ്രകൃതി അംഗീകരിക്കും. പ്രകൃതിയുടെ മേൽ ദൈവത്തിന്
അധികാരമുണ്ടെങ്കിൽ ആ പ്രകൃതിയുടെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ജനതത്തിനാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് 19 കയറുമ്പോൾ ഇങ്ങനെ പറയാണ്, ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറയും. ഈ ആഹാബിനെ അതാണ് നമ്മൾ 42 വായിച്ച ആഹാബിനോട് പറഞ്ഞു, നീ ഉടൻ തന്നെ രഥം പൂട്ടിപ്പോയില്ലെങ്കിൽ മഴ നിനക്ക് വിഘാതമായിട്ട് വരും. അല്ലേലിയ അല്ലേലിയ. അങ്ങനെ അവലെ അത് 44 വാക്യം പറയാണ്, ഞൊടിയിടയിൽ ആകാശമെന്ന്. അതിൻ്റെ തൊട്ട് മുമ്പ് മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി. അപ്പം ഈ രഥം പൂട്ടി ഈ ആഹാബ് എങ്ങോട്ടാണ് പോയത്? അവൻ ജസബേലിൻ്റെ അടുത്തേക്ക് പോയത്. ജസബേലിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ്, ഈ ഏലിയ ചെയ്ത കാര്യങ്ങളും അവൻ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ജസബേലിനെ അറിയിക്കുക. ജസബേലെ അറിയിച്ച ഇപ്രകാരം പറയാണ്, അപ്പോൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുമ്പ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റെതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും. അപ്പൊ ഏലിയായോട് പറയാണ്, നാളെ ഇതേ സമയത്ത് നിന്റെ ജീവൻ ആരെടുക്കും? ജസബേൽ എടുക്കും. അല്ലേലിയ. ക്രിസ്ത്യാനിക്ക് ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഴിയെ പോവില്ല. അല്ലേ? ഇവിടെ പറയാണ്, ഏലിയായോട് ഇങ്ങനെ പറയാം, ജസബേൽ പറയാ, അടുത്ത ദിവസം ഇതേ സമയം ദൂതനെ അയച്ചിട്ട് പറയുന്നത്, നാളെ ഈ നേരത്തിന് മുമ്പ് നിന്റെ ജീവൻ ആ പ്രവാചകന്മാരൊല്ലുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ ദേവന്മാർ അത് അതിലപ്പുറവും എന്നോട് ചെയ്യും. അപ്പൊ ദേവന്മാരെ സാക്ഷ്യപ്പെടുത്തി ദേവന്മാരെ വിളിച്ച് സത്യം ചെയ്തുകൊണ്ട് ജസബേൽ ഒരു പ്രതിജ്ഞ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏലിയായുടെ ജീവന് വേണ്ടി ജസബേൽ കുതിക്കുക ചെയ്യുന്നത്. ഏലിയായുടെ ജീവന് വേണ്ടി ജസബേൽ കുതിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ഏലിയ കേട്ട അതേ സമയത്ത് തന്നെ അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ഗുഹയിൽ പോയി വിളിക്കാം. അപ്പോൾ ജസബേൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും നേരം അത്ഭുതം പ്രവർത്തിച്ച വ്യക്തി, കർത്താവ് കൂടെ ഉണ്ടായി ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ച വ്യക്തി ഈ ജസബേലിൻ്റെ വാക്ക് കേട്ട് പേടിക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവരുടെ ഒരു വാക്കും കേട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ദൈവമായ കർത്താവ് എല്ലാ ശക്തികളുടെയും മുകളിലുള്ള വ്യക്തിയാണ്. അവൻ സൃഷ്ടാവാണ്, അവൻ പരിപാലകനാണ്. അല്ലേലിയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41 അധ്യായത്തിൽ അതിലെ 18 ഇപ്രകാരം പറഞ്ഞത്, നിന്നെ ദ്വേഷിക്കുന്നവൻ നിന്നോട് ഏറ്റുമുട്ടുന്നവനെ നീ അന്വേഷിക്കും, നീ കണ്ടെത്തുകയില്ല. അപ്പം നമ്മോട് ഏറ്റുമുട്ടും, നമ്മളോട് പറയാണ്, നിന്നെ ഞാൻ വകവരുത്തും, നിന്നെ ഞാൻ ഇല്ലാതാക്കും. അങ്ങനെ പറയുന്ന കോഡ് ഭാഷകളുണ്ട്. ആ വിചാര പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ പറയും, ഞാൻ നിന്നെ കാണിച്ചു തരാം, നിന്നെ ഇല്ലാതാക്കും എന്നൊക്കെ പറയാം. അല്ലേലിയാം. എന്നോടും അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സ്ഥാപനത്തിലെ ഡയറക്ടറായിരിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യാൻ വന്ന വ്യക്തി ഒരു ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എല്ലാവരും അത് എനിക്ക് മുമ്പിലിരുന്ന അച്ഛൻ വളരെയധികം സഹനങ്ങൾ ഏറ്റെടുത്താണ് പോയത്. പിന്നീട് അതേ ട്രേഡ് പഠിച്ചതുകൊണ്ട് പിതാവ് എന്നെ വെച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ സ്ഥാപനത്തിൽ ഡയറക്ടറായി ചെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഓഫീസ് റൂമിലിരുന്ന് പറയാണ്, നമുക്ക് മുമ്പിരുന്ന അച്ഛന് കൊടുത്തതുപോലെ ഈ അച്ഛനെയും വകവരുത്തണം. അപ്പോൾ അതിൽ ഒരാൾ കേട്ടപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞു, അച്ഛൻ നോക്കിക്കോളം, പേടിച്ചോളണം, അച്ഛനെയും അവൻ വക. അപ്പം നമ്മൾ വിചാരിച്ച കത്തി കൊണ്ടുള്ള കുത്ത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ലേലിയ. അപ്പോൾ ആ സ്ഥാപനം നമ്മുടേതായ സ്ഥാപനമാണെങ്കിലും നമ്മുടെ ആചാരങ്ങളെക്കാൾ ഉപരിയായി മറ്റ് ആചാരങ്ങൾ ചെയ്തു പോകുന്നൊരു സ്ഥാപനം. അല്ലേലിയ. ഒക്ടോബർ മാസത്തിൽ അവരുടെ പ്രാർത്ഥന അവർ ചെയ്യും. വാഹനം അവരുടേതായ ഇഷ്ടത്തിൽ അവരുടെ ദേവന്മാർക്ക് സമർപ്പിക്കും. അങ്ങനെ വന്നു പോകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനന്ന് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിതാവ് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് അച്ഛനെ നിയമിക്കുന്നു എന്നാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള ആചാരങ്ങളും അങ്ങനെയുള്ള പ്രവൃത്തികളും എല്ലാം നമ്മൾ നിർത്തലാക്കി. അല്ലേലിയ. നിർത്തലാക്കിയപ്പോൾ നേരിട്ടും ഒളിഞ്ഞും നമ്മുടെ മേലെ ശത്രുത കടന്നു വന്നു. വകവരുത്തും, കാണിച്ചു തരാം. അവർ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി. പൂട്ടാൻ നോക്കിച്ചു, സമരം ചെയ്യാൻ നോക്കിയപ്പോൾ 1-2 സാർമാർ താല്പര്യമുള്ളവർ ഉള്ളതുകൊണ്ട് അത് അവർ സഹായിച്ചു. മാത്രമല്ല ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ട സാറന്മാർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരും. കാരണം പറഞ്ഞാൽ 11 മണിക്ക് വരിക, 1 മണിക്ക് പോവുക, 2 മണിക്ക് പോവുക. അങ്ങനെ ഒരു അലങ്കോലപ്പെട്ട് കിടന്ന സ്ഥലത്തേക്കാണ് ഞാൻ ചെല്ലുന്നത്. അതുകൊണ്ട് ഇപ്രകാരം പറയാം, നിന്നെ ദേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതാകും.
നിന്നോട് ശണ്ട കൂടുന്നവരെ നീ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവൻ ശൂന്യമാകും. നിന്റെ ദൈവമായ കർത്താവായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനാണെന്ന് ആ കാലഘട്ടത്തിൽ 2005-6 കാലഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് ദൈവം മാത്രം എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുക, വൈകിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. അവിടെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാൻ തുടങ്ങി. അവിടെയുള്ള കുട്ടികൾക്ക് ധ്യാനത്തിന് വിടാൻ തുടങ്ങി. ധ്യാനത്തിന് വിട്ട് അങ്ങനെ ഒരു വലിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് പിള്ളേർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു എക്സ്ട്രാ ടൈമിൽ ഈ ഹോസ്റ്റലിലുള്ള പിള്ളേർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കെതിരെ അവർ ശത്രു സംഹാര പൂജ അയച്ചിരിക്കും. അങ്ങനെ നിങ്ങൾ ശത്രു സംഹാര പൂജയൊന്നും കണ്ടിട്ടില്ല. കാരണം അച്ഛന്മാർക്ക് കൊടുക്കുമ്പോൾ ഡോസ് കൂടുതൽ കൊടുക്കണം. അല്ലേരിക്കാം നമ്മൾ നോക്കിയും കണ്ടാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ചാർജ് എടുത്ത ഒരു മാസം അരുണാചൽ പ്രദേശിന് പോയി. അരുണാചൽ പ്രദേശിൽ സഭ സ്ഥാപിക്കുമ്പോൾ ആ സഭയിൽ ഇറ്റാനഗർ രൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് വന്നത് എൻ്റെ ചേട്ടൻ്റെ പിതാവാണ്, ചേട്ടനച്ഛൻ്റെ പിതാവ്. അതുകൊണ്ട് അവിടെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഈ മുറിയിൽ അവർ സെറ്റ് ചെയ്തു. എന്നാൽ അവർ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു സ്ഥലത്തില്ലുമ്പോൾ പറയുകയാണ്, ഇന്ന സ്ഥലത്തൊരു സാധനം ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ടേ കളയാൻ പറഞ്ഞു. അത് കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോഴേക്കും പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ നമ്മൾ കണ്ടു. അതെടുത്ത് നമ്മൾ അന്നാമളം തെളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി നദിയിൽ ഒഴുക്കി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്കെതിരെ കടന്നു വന്നവരെല്ലാം ഒന്നൊന്നായിട്ട് അവിടെ നിന്ന് മാറിയെന്നല്ല, മറ്റുള്ളവർ കയറി വന്ന് ആ സ്ഥാപനം നടത്താനായിട്ട് ഇന്ന് മനോഹരമായിട്ട് കൂടുതൽ ട്രേഡുകൾ കൂടിയുള്ള ഒരു സ്ഥലം. അതുകൊണ്ടാണ് ഇവിടെ പറയാണ്, നമ്മളോട് ഈ ജസപ്പേൽ ചെന്ന് ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞ വഴി ഏലിയ എന്തോ പേടിച്ചു പോയെന്ന് മാത്രമല്ല, ദൈവം ഏൽപ്പിച്ച വലിയ ദൗത്യങ്ങൾ അവന് ചെയ്യാൻ പറ്റിയില്ല. ഏലിയ ഈ വാടാം ഉൾപ്പെടെ കിടന്ന് ഈ ഗുഹയിൽ കിടന്ന് ഉറങ്ങുന്നത് ആര് കാണുന്ന വെച്ചാൽ ദൈവമായ കർത്താവ് കാണാം. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ദൈവത്തോട് നമ്മളെ വിശ്വസ്തത പുലർത്തുന്നുണ്ടെങ്കിൽ, ദൈവത്തോട് നമുക്ക് കൂട്ടുകെട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരും. അല്ലേലിയാ. അങ്ങനെ അവൻ ചെടിയുടെ തണലിൽ കിടന്നിട്ട് കർത്താവിൻ്റെ അവൻ മരണത്തിനായി നമ്മൾക്ക് ഇങ്ങനെയുള്ള ഭീഷണികളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുക, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, അല്ലേലിയാ, ഒന്ന് കൊന്നു തരാമോ? അല്ല നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഒന്ന് ഉള്ളിലൊന്ന് ചോദിച്ചു നോക്കി. അല്ലേലിയ. ഇവിടെ കിടന്നിട്ട് പറയാണ്, ഏലിയ ഇത്രയും 18 വരെ ശക്തനായിട്ട് പ്രവർത്തിച്ച വ്യക്തി 19 ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടപ്പോൾ ഇവൻ പേടിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പേടിച്ച് ഭയപ്പെട്ട് ഒരു ഗുഹയിൽ ഒളിച്ച് അവിടെ കിടന്നിട്ട് അവൻ മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്, മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പ്രവാചകൻ, ശക്തനായ പ്രവാചകൻ ഒരു വ്യക്തിയുടെ വാക്ക് കേട്ട് മരണത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശക്തി അവനിൽ നിന്നും ചോർന്നു പോയി. ഇതേപോലെ നമ്മോട് കുത്തുവാക്കുകളോ ഏഷണികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളോ ഭീഷണികളോ ഊമക്കത്തുകളോ ഒക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ പേടിക്കണ്ട. അല്ലേലിയാ. നമ്മുടെ ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ ഊമക്കത്തുകൾ ഇട്ടാറുണ്ട്. ചില അച്ഛന്മാരെ പബ്ലിക്കായിട്ട് വായിക്കാറുണ്ട്. അല്ലേലിയ. കാരണം എന്താ? അത് വായിക്കുന്നുണ്ട് കൂടെ. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഏലിയ ചെന്ന് കർത്താവിനോട് പറയാ, എൻ്റെ മരണം അങ്ങ് എടുക്കുക കർത്താവേ, എന്നെ ഈ ലോകത്തിൽ നിന്ന് എടുക്കുക കർത്താവ്. കർത്താവ് ചെയ്തത് അതല്ല. കർത്താവ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിയ കർത്താവിന്റെ ദൂതൻ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എന്താ ഭക്ഷിക്കേണ്ടത്? അവ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കലിരിക്കുന്നു. ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു കുർബാനയുടെ വരാൻ പോകുന്ന കുർബാനയുടെ മുന്നോടിയായിട്ട് ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് ഏലിയായെ ദൈവം ഉയർത്താൻ വേണ്ടി ചെയ്തത്. ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും
വെള്ളവും അവിടെ വെച്ച്. ഇത് കണ്ടിട്ട് ഈ ഏലിയ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കി. ഏലിയ കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി കർത്താവിൻ്റെ ദൂതൻ അവനെ അപ്പോൾ എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് ഭക്ഷിക്കാൻ നോക്കിയപ്പോൾ മുൾച്ചെടിയിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളം ഇതാ തലക്കിയിരിക്കുന്നു. അത് കഴിച്ചിട്ട് അവൻ വീണ്ടും കിടന്നുറങ്ങി. അല്ലേലിയ, അല്ലേലിയ. നമ്മൾ കുർബാനയ്ക്ക് സമയമായെന്ന് പറഞ്ഞ് പിള്ളേരെ വിളിച്ചിരിക്കുന്ന സമയത്ത് എന്താ, പിള്ളേരൊക്കെ എഴുന്നേക്കൊന്ന് കുളിച്ചോ പല്ലൊക്കെ തേച്ചിട്ടൊന്ന് കിടന്നു. വീണ്ടും എഴുന്നേപ്പിക്കുക. അല്ലേലിയ, വീണ്ടും എഴുന്നേപ്പിക്കും. അപ്പോൾ പറയും എന്തേ സമയമായി. വീണ്ടും എഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ കിടന്നുറങ്ങിയാൽ ഒരു പാത്രം വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കും. പിന്നെ കുളിക്കേണ്ട ആവശ്യമില്ല. ഒരു കുടം, പഴയ കാലത്ത് ഒരു കുടമുണ്ട്, ആ കുടത്തിലൊരു കുടം കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചേക്കും. അല്ലേലിയ. ഇവിടെ കിടക്കുകയാണ്, ഇവൻ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഇവൻ കിടന്ന് ഉറങ്ങുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും. നീ എഴുന്നേറ്റ് ഇത് ഭക്ഷിച്ച് ശക്തി സംഭരിച്ചില്ലെങ്കിൽ ജസബേൽ നിന്നെ കൊല്ലും. അല്ലേലിയ. അപ്പോൾ ദൈവമായ കർത്താവ് ശക്തമായിട്ട് പറയാം. ആദ്യം എന്താ, കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇത് ഭക്ഷിക്കുക, നീ എന്നിട്ട് യാത്ര പുറപ്പെടുക. ആ കുർബാനയെക്കുറിച്ച്, ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും. അവൻ എഴുന്നേറ്റ് ഭക്ഷപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും അവൻ നടന്നു. അല്ലേലിയ. പഴയ കാലത്തൊക്കെ നമുക്കറിയാം അതാത് ദിവസങ്ങളിൽ അപ്പം ഉണ്ടാക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ട് ചുടുകല്ല് ചുട്ടെടുത്ത് അപ്പം എന്ന് പറയുന്നത്. എഴുന്നേറ്റ് അവൻ ഭക്ഷപാനീയം കഴിച്ച് അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും അവൻ നടന്നു. കർത്താവിൻ്റെ മലയായ ഓറോബിലെത്തി. അല്ലേലിയ, അല്ലേലിയ. ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഏലിയ പ്രവർത്തിച്ചതും ഇവിടെ പ്രവർത്തിച്ചതും രണ്ടും രണ്ടാണ്. ആദ്യകാലത്ത് ഏലിയയ്ക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു, നല്ല കൃപയുണ്ടായിരുന്നു, നല്ല അഭിഷേകം ഉണ്ടായിരുന്നു. ആ അഭിഷേകത്തിൻ്റെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ജസബേൽ എന്ന ഒരു രാജാവ് അവനോട്, നിന്നെ ഞാൻ വകവരുത്തെന്ന് പറയുമ്പോൾ ആ ദേവന്മാരെ കൂട്ടുപിടിച്ച് സത്യം ചെയ്യുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു ഏലിയായാണ് കാണുന്നത്. ഇത് എന്നിട്ട് പറയുന്നത്, നീ ഇത് കഴിച്ച് 40 ദിനം, ഈ 40 ദിനരാത്രങ്ങൾ കർത്താവ് എന്നെ നയിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, ഇവനോട് ദൈവമായ കർത്താവ് പറഞ്ഞു 3 കാര്യങ്ങൾ നീ ചെയ്യണം. ആ 3 കാര്യങ്ങളെക്കുറിച്ച് തുടർന്ന് വരുന്ന വാക്കുകളിൽ പറയുന്നുണ്ട്. അല്ലേലിയ, അല്ലേലിയ. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതി തീഷ്ണതയുള്ളതായി ഞാൻ ജ്വലിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തീഷ്ണത കൊണ്ട് ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേടിച്ചിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന, രോഗിയായിരിക്കുന്ന, തകർന്നിരിക്കുന്ന വ്യക്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവന് കിട്ടുന്നൊരു കൃപയാണ് ഒരു തീഷ്ണത, ഒരു വലിയ ശക്തി. അല്ലേലിയ, അല്ലേലിയ, അല്ലേലിയ. മന്ത്രവാദത്തിന് അടിമപ്പെട്ട ഒരു കുടുംബത്തിലെ 2 കുടുംബാംഗങ്ങൾ വന്ന് പറയാണ്, അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൽ മന്ത്രവാദം ചെയ്യുന്നതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ശുശ്രൂഷയിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷയിൽ കാരണം എന്താ, അവർക്ക് മനസ്സിലായി മന്ത്രവാദത്തിൻ്റെ മേൽ ഉള്ള കൃപ എന്താണെന്ന് വെച്ചാൽ ഈശോ ആണ്. അവർ അക്രൈസ്തവരാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം വലിയ മാറ്റങ്ങളും വ്യത്യാസങ്ങളും സംഭവിക്കുന്നു. അല്ലേലിയ. അതുകൊണ്ട് ഏലിയ, അപ്പോൾ ഏലിയ ഈ ഗുഹയിൽ വസിച്ചിരുന്ന ഏലിയ ഇതെടുത്ത് കഴിച്ചിട്ട് അവൻ പറയാണ്, ഏലിയ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ കഴിച്ചിട്ട് അവൻ ഇറങ്ങി പോകുന്നില്ല, അവൻ അകത്ത് തന്നെ ഇരിക്കുക. ഏലിയ നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവൻ പറയാണ്, ഏലിയ പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണതയെ ഞാൻ ജ്വലിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കർത്താവ് അവനോട് 3 കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അതാ 14 തൊട്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയെ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർത്തു. അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കി. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എന്റെ ജീവനെ അവർ വേട്ടയാണ്. അല്ലേലിയ, അല്ലേലിയ. അപ്പോൾ ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവരങ്ങയുടെ ബലിപീഠത്തെ തകർത്തു. അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചുള്ളൂ. അതുകൊണ്ടാണ് 18 കഴിഞ്ഞിട്ട് അവൻ മന്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവന് തോന്നുന്നില്ല. പരാജയം അവൻ്റെ മുമ്പിലാണ്. അല്ലേലിയ. അങ്ങനെ പരാജയപ്പെട്ട് പേടിപ്പെട്ടിരിക്കുന്ന സമയത്താണ് ദൈവം ഇറങ്ങി വന്ന്
അത്ഭുതം പറഞ്ഞു. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം അല്ലെങ്കിൽ പുതിയ ഇസ്രായേൽ പേടിച്ചിരിക്കുമ്പോൾ അവർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവ് അവരെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അല്ലേലിയാ, അല്ലേലിയാ, അല്ലേലിയാ. എന്നിട്ട് ദൈവം പറയുന്നൊരു കാര്യം, ജീവന് വേണ്ടി വേട്ടയാടുന്നു. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. കാരണം ഇവൻ്റെ കൃപ, ഇവൻ്റെ അഭിഷേകം കർത്താവിന് മനസ്സിലായി. കാരണം ദൈവം പേടിപ്പിച്ചാൽ പേടിക്കുന്ന ആളാണ്. അല്ലേലിയാ. ഭയമുള്ള വ്യക്തിയാണ്, പേടിയുള്ള വ്യക്തിയാണ്. അല്ലേലിയാ. നമ്മൾ പേടിയുള്ള വ്യക്തികളാണെങ്കിൽ പേടിപ്പിക്കുന്നവർ വീണ്ടും വീണ്ടും പേടിപ്പിക്കും. നമ്മൾ റോട്ടിലൂടെ നടന്നു പോകണമെന്ന് വിചാരിക്കും. ഒരു പട്ടീനെ നമ്മൾ കാണാണ്. പട്ടീനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പിറകോട്ട് പോവാണ്. എന്തുണ്ടാവും? ആ ചേട്ടൻ പറയാം, പട്ടി വന്ന് കടിക്കും. കാരണം എന്താ പറയുമോ, പട്ടിക്ക് മനസ്സിലായി നമ്മുടെ കപ്പാസിറ്റി ഈ ചേട്ടന് ഇല്ല. ഹസായേലിന്റെ സിറിയ രാജാവെ നീ അഭിഷേകം ചെയ്യാം. നിംഷിയുടെ മകൻ യേഹൂവിനെ ഇസ്രായേലിന്റെ രാജാവായി അബോമിലെ ഷാഫാത്തിന്റെ മകൻ ഏലീശായെ നിനക്ക് പകരമായി അഭിഷേകം ചെയ്യുക. അല്ലേലിയാ. നിനക്ക് പകരമായി ഏലീശായെ അഭിഷേകം ചെയ്യാൻ 3 കാര്യങ്ങൾ ഏൽപ്പിച്ചു. പക്ഷേ ഈ ഏലിയാ പ്രവാചകൻ ചെയ്യുന്ന കാര്യങ്ങൾ 3 ചെയ്തില്ല, 1 ചെയ്തോളൂ. എന്തായിരിക്കും ചെയ്തത്? ഏലീശായെ തൻ്റെ പിൻഗാമിയായി അവൻ അഭിഷേകം ചെയ്തു. അല്ലേലിയാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏലിയയ്ക്ക് മനസ്സിലായി, എൻ്റെ കാലഘട്ടത തീരാൻ പോകുന്നു. അല്ലേലിയാ. അപ്പോൾ നമ്മുടെ ശക്തി, നമ്മുടെ കൃപ, നമ്മുടെ അഭിഷേകം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ചോർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കൃപ കൂട്ടുക എളുപ്പമല്ല. അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കിടന്ന് പ്രാർത്ഥിക്കണം. അല്ലേലിയാ. ഞാനൊരു പള്ളിയിലിരുന്ന സമയത്ത് ഞാൻ ഈ കുറേ 1 മണിക്കൂർ നേരം നടക്കുമായിരുന്നു. പള്ളിക്ക് ചുറ്റും ഇങ്ങനെ നടക്കുമായിരുന്നു. അല്ലേലിയാ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കടിഞ്ഞിൻ്റെ കൂട്ടുകളുണ്ടായി. കണ്ടമാനം പ്രശ്നങ്ങൾ ആ പള്ളിയിലുണ്ട്. അപ്പം ഞാൻ ഒരു 1.5 മണിക്കൂർ നടക്കണം. പള്ളിക്ക് ചുറ്റും ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിലേക്ക് നോക്കുമ്പോൾ ഈ അക്രൈസ്തവർ വന്ന് അവരൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ നിലത്ത് കിടന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നമ്മൾ നിലത്ത് കിടന്ന് പ്രാർത്ഥിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുണ്ടുമേ സാരിയുമേ ചെളി വരും. അക്രൈസ്തവരങ്ങനെയല്ല, അവർ കിടന്ന് പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ കാണാൻ ഒരു മനുഷ്യൻ, ഒരു വെള്ളയൊക്കെ ഇട്ട ഒരു ചേട്ടൻ വന്ന് കിടന്ന് ഔസേപ്പിതാവിൻ്റെ അടുത്ത് കിടന്ന് പ്രാർത്ഥിക്കുക. ചില സമയത്ത് അങ്ങനെ ഉരുളും. കാരണം അവർക്കൊരു പ്രാർത്ഥനയുണ്ട്, ശയന പ്രദർശനം എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുണ്ട്. അവർ വലിയതല്ല, അവർ കിടന്നിങ്ങനെ പ്രാർത്ഥിക്കാം. അല്ലെ. അപ്പോൾ ഈ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഈ ചേട്ടൻ പല ദിവസം ഇങ്ങനെ, അച്ഛാ എനിക്കെതിരെ മന്ത്രവാദം ചെയ്യാണ്, എനിക്ക് മന്ത്രവാദം തിരിച്ചു ചെയ്യാനുള്ള സംഖ്യ എൻ്റെ കയ്യിലില്ല, ഞാനൊരു വിജാതീയനാണ്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഈ പള്ളിയിൽ വന്ന് ഞാൻ സാഷ്ടാംഗം കിടന്ന് പ്രാർത്ഥിച്ചാൽ എന്നെ അടിക്കില്ല. സ്നേഹമുള്ളവരെ, ആ സഹോദരൻ പറഞ്ഞൊരു സംഭവം ഇതാണ്. ഞാനിവിടെ വന്ന് സാഷ്ടാംഗം പ്രണാമം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ശക്തി, എതിർശക്തി വിട്ടുപോയി. അല്ലേരിക്കാം. പല ദിവസങ്ങളായി കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത്. നമ്മളാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു ക്രിയയിലേക്ക് പോകും, അല്ലെങ്കിൽ ചില ചേട്ടന്മാർ അടുത്തൊരു ഇതിലേക്ക്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ മറ്റൊരു ശക്തിക്കും നിലനിൽക്കാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ കാണാണ് എന്താണെന്ന് വെച്ചാൽ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 6 വരെയുള്ള തിരുവചനത്തിൽ ഇപ്രകാരം നമ്മളവിടെ കാണാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഏലീശായെ ഏലിയായുടെ പിൻഗാമിയായിട്ട് അഭിഷേകം ചെയ്യാൻ എലീശ പ്രവാചക ഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറിക്ക് ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് ഗിലിയാദിലേക്ക് പോവുക, അവിടെ എത്തി നിംഷിയുടെ പൗത്രനും. ഏലീശയെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏലിയ ചെയ്യാനുണ്ടായ 2 പ്രവൃത്തിയും ചെയ്യുന്നത് ഏലീശയാണ്. കാരണം എന്താണെന്ന്, ഏലീശ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന 2-ാമത്തെ അധ്യായത്തിലാണ്. ഏലീശ ഇവൻ്റെ പിന്നാലെ ചേർന്നിട്ട് പറഞ്ഞു, നിൻ്റെ കൃപയുടെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഞാൻ 2013 മരിക്കാൻ കിടക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടായുള്ളൂ. ഞാൻ ഒരു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ, ഡെലിവറൻസ് ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ മുറി നിറച്ച് സുഗന്ധ.
അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനൊരു ഡെലിവറൻസിൻ്റെ കർവോട്ടാമാണ്. ഞാൻ പറഞ്ഞു മരിക്കാനുള്ള കർവ. ഉള്ള കാര്യം അച്ഛനുണ്ട്. എൻ്റെ കൂടെ ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ്റെ 2 ജ്യേഷ്ഠന്മാരുണ്ട്. ഞാൻ മുട്ടുകുത്തി ഇങ്ങനെ എൻ്റെ ഒരു റിലേറ്റീവ് അച്ഛൻ അവരോട് കൂടെയുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുന്നു, എന്നെ ഒന്നും അറിയില്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയാണ്, അച്ഛൻ്റെ രോഗം കർത്താവ് കൊടുത്ത് മാറ്റുന്നു, അച്ഛന് ഒരു വലിയ അഭിഷേകം നിറയുന്നു. അച്ഛനായിരിക്കുന്ന പാലക്കാട് ഒരു ശുശ്രൂഷ അച്ഛൻ ചെയ്യും. അന്ന് ഈ ശുശ്രൂഷ ഒന്നുമില്ല, ഇവിടെ ഒരു താഴത്തുള്ളൊരു താഴ്ത്തുമില്ല, നമ്മുടെ ടൗൺ ഹാളിലൊരു ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മരിക്കുന്നുമില്ല, ജീവിക്കുന്നുമില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് നടക്കണം, ഒന്നെങ്കിൽ മരിക്കണം അല്ലെങ്കിൽ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ നന്നായിട്ടൊരു മരണത്തിന് വേണ്ടി വന്ന്. അപ്പോൾ ഏലിയ പ്രവാചകനെ പോലെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛന് കൃപ ഇതൊക്കെ കിട്ടുന്നു. അച്ഛൻ്റെ ഈ സഹനം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ കൃപയ്ക്ക് വേണ്ടിയാണ്. ഞാനൊരു സ്ഥലത്തിരുന്ന് ഞാൻ 2 അച്ഛന്മാരിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛൻ നല്ല ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്ന അച്ഛനാണ്. അച്ഛൻ കേരളത്തിലെ എല്ലാ ധ്യാനഗുരുക്കന്മാരുടെയും പേര് പറഞ്ഞിട്ട്, കർത്താവെ ഇരട്ടി പങ്ക് വേണം. കുറേ നേരം കട്ടിച്ചപ്പോൾ എനിക്കൊരു അസ്വസ്ഥത തോന്നി. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛ ഇരട്ടി പങ്ക് ചോദിച്ചോ, പക്ഷേ മറ്റു ധ്യാനഗുരുക്കന്മാരുടെ ഇരട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ വചനം കിടപ്പുണ്ട് അച്ഛാ. ഞാൻ ചോദിച്ചു, എവിടെ? 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഏലിയ പ്രവാചകനോട് ഏലീശ ചോദിക്കുന്നത്, നിൻ്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. കാരണം എന്താ, ഈ ഏലിയ ഇത് അറിയുന്നുണ്ട്, ഏലീശ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അറിയണ്ട. അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടോ പേടിപ്പെട്ടോ നിരാശപ്പെട്ടോ അകലപ്പെട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ ഇരട്ടി പങ്കിനുകയും ഇരട്ടി കൃപ വേണമെന്ന് പറഞ്ഞു. ഈ അച്ഛനത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, അച്ഛനേക്കാളും സൗണ്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛനേക്കാളും സൗണ്ടിൽ തമാശയില്ല. കാരണം എന്താ, വചനം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2:9-6 പറയാം, അവൻ എഴുന്നേറ്റ് വീടിനുള്ളിലേക്ക് കടന്നു, യുവാവ് തൈലം അവൻ്റെ ശിരസ് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. നീ എൻ്റെ യജമാനായ ആഹാബിൻ്റെ ഭവനത്തെ നശിപ്പിക്കണം. കണ്ടോ, എന്തിനു വേണ്ടിയാണ്? ആഹാബ് ആരാണ്? ജസബേലിൻ്റെ ദൂതൻ. അതായത് ഏലിയായി ഒറ്റിക്കൊടുത്തത് ആരാ? ആഹാബ്. എവിടെ വായിച്ചത്? 18:44 അല്ലേ ലിയാ? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1:18. അപ്പോൾ ഇവിടെ കറിയാണ് എന്ത് ചെയ്യണം? ഈ ഏലീശ ചെന്നിട്ട് ഇവനെ അഭിഷേകം ചെയ്തിട്ട് പറയാണ്, നീ നിൻ്റെ യജമാനായ യാക്കോബിൻ്റെ ഭവനത്തെ നശിപ്പിച്ച. അപ്പോൾ നിൻ്റെ യജമാനാരാ? ദൈവമായ ദൈവമായ കർത്താവിൻ്റെ ഭവനം നശിപ്പിച്ച. കാരണം കർത്താവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്താണ് 12 ഗോത്രങ്ങളുണ്ടായിരുന്നു. ആ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ്? 12 അപ്പസ്തോലന്മാരായിട്ട് മാറുക അല്ലേ ഇല്ല? അതുകൊണ്ട് മറ്റുള്ള മനുഷ്യരെയോ പിശാചിനെയോ തിന്മയുടെ ശക്തികളെയോ അന്ധകാര ശക്തികളെയോ മന്ത്രങ്ങളെയോ കൂടോത്രങ്ങളെയോ പേടിച്ചിരിക്കാനുള്ള ജീവിതങ്ങളിലല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സത്യദൈവത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ളതാണ്. അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ദൗത്യം പൂർത്തിയാക്കണം.